ന്യൂസ് റൂം ലൈവ് തുടരുന്നു. മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള പരാമർശങ്ങളുടെ പേരിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ സമൂഹ മാധ്യമത്തിലും നടപടി. മുസ്ലിം ലീഗ് വൈറസ് എന്നാരോപിക്കുന്ന യോഗിയുടെ 2 ട്വീറ്റുകൾ ട്വിറ്റർ മരവിപ്പിച്ചു. മുസ്ലിം ലീഗിന്റെ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശത്തെ തുടർന്നാണ് ട്വിറ്ററിന്റെ നടപടി. ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ പരത്തിക്കൊണ്ടിരുന്നതെന്ന് വെച്ചാൽ മതവിദ്വേഷം പടർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്, മെസ്സേജുകളാണ് അതിലൂടെ അവർ നൽകിക്കൊണ്ടിരുന്നത്. അതിനെതിരെയാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചത്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ട്വിറ്ററിനോട് നടപടിയെടുക്കാൻ ആവശ്യപ്പെടുകയും ട്വിറ്റർ അതനുസരിച്ചിട്ട് നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നിരോധിക്കുകയും അതുപോലെ തന്നെ ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ താൽക്കാലികമായിട്ടെങ്കിലും മരവിപ്പിക്കുകയും ചെയ്തിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഉണ്ണി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ അധികാരം കൂടുതൽ പ്രയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? സമൂഹ മാധ്യമത്തിൽ ഉൾപ്പെടെ ട്വീറ്റുകൾക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും, കാരണം സമൂഹ മാധ്യമങ്ങളിലുള്ള പ്രചരണം കൂടി തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. യോഗി ആദിത്യനാഥ് അടക്കമുള്ള BJP നേതാക്കളുടെ ഭാഗത്തു നിന്നാണ് മുസ്ലിം ലീഗിനെതിരെ വലിയ പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ട്വിറ്ററിൽ രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ എത്തിയതിനു ശേഷം മുസ്ലിം ലീഗിന്റെയുമായുള്ള കോൺഗ്രസ് ബന്ധവും മുസ്ലിം ലീഗിന്റെ പതാകയും ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുസ്ലിം ലീഗിന് പാകിസ്ഥാൻ ബന്ധമുണ്ട് എന്ന ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. യോഗി ആദിത്യനാഥ് തന്നെ ഏപ്രിൽ 5-ാം തീയതി 2 ട്വീറ്റുകൾ ചെയ്തിരുന്നു. ഈ ട്വീറ്റുകളിൽ പറഞ്ഞത് മുസ്ലിം ലീഗിന് വൈറസ് ആണ്, മുസ്ലിം ലീഗ് എന്ന വൈറസ് കോൺഗ്രസിനെ ബാധിച്ചിരിക്കുകയാണ്, ആ വൈറസ് രാജ്യത്താകെ പടരുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, അതിന് ജാഗ്രത പാലിക്കണമെന്നായിരുന്നു ആദ്യ ട്വീറ്റ്. രണ്ടാമത്തെ ട്വീറ്റിൽ ആരോപിച്ചിരുന്നത് മുസ്ലിം ലീഗിന് ഇന്ത്യ വിഭജനവുമായി ബന്ധമുണ്ട് എന്ന കാര്യമായിരുന്നു. ഈ ട്വീറ്റ് തന്നെ വലിയ വിവാദമാവുകയും യോഗി ആദിത്യനാഥിനെ പ്രചാരണത്തിൽ നിന്ന് 3 ദിവസത്തേക്ക് വിലക്കുകയും ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിനു പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിലെ യോഗിയുടെ പരാമർശത്തിനെതിരെയും നടപടി ഉണ്ടാകുന്നത്. കമ്മീഷൻ മുസ്ലിം ലീഗിന്റെ പരാതി പരിഗണിച്ചുകൊണ്ട് ട്വിറ്ററിലെ ഈ ട്വീറ്റുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് ട്വിറ്റർ തന്നെ ആദിത്യനാഥിന്റെ 2 ട്വീറ്റുകൾ മരവിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിന്റെ ട്വീറ്റും മരവിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ പതാകയുള്ള ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഗിരിരാജ് സിംഗ് പറഞ്ഞിരുന്നത് ഇതാണ് രാഹുൽ ഗാന്ധിയുടെ പുതിയ ഇന്ത്യ എന്നായിരുന്നു. ഈ ട്വീറ്റ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അടക്കമുള്ളവർ റീട്വീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ BJPയുടെ IT സെൽ മേധാവിയായ അമിത് മാളവിയയുടെ ട്വീറ്റ്, നടിയായ കൊയ്ന മൊയ്ത്രയുടെ ട്വീറ്റ്, ഇത്തരത്തിലുള്ള വിവിധ ട്വീറ്റുകൾ ഇതിനകം തന്നെ ട്വിറ്റർ മരവിപ്പിച്ചിട്ടുണ്ട്. ആകെ 31 ട്വിറ്റർ ഹാൻഡിലുകളിൽ നിന്നുള്ള 34 ട്വീറ്റുകൾക്കെതിരെയാണ് ഇത്തരത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ട്വീറ്റുകൾ മരവിപ്പിച്ചുകൊണ്ടുള്ള കമ്മീഷന്റെ ഇടപെടലുണ്ടായത്. ഉണ്ണി, ഇപ്പോൾ നടപടി ഉണ്ടായി എന്ന് ഇരിക്കലും ഇത് ദിവസങ്ങൾ സോഷ്യൽ മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ പ്രചരിച്ചതാണ്. ഈ ട്വീറ്റായാലും ഇതുപോലെയുള്ള വിദ്വേഷം പരത്തുന്ന പല മെസ്സേജുകളും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിലൊക്കെ പ്രവർത്തിക്കാൻ വൈകിപ്പോയി എന്ന കാര്യം കൂടി നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ടോ? ഇന്നലെ ഉണ്ടായ സുപ്രീം കോടതിയുടെ ഇടപെടലാണോ ഇപ്പോൾ ഈ നടപടികളിലേക്കൊക്കെ നയിക്കുന്ന തരത്തിൽ നിർണായകമാകുന്നത്? തീർച്ചയായും ഇന്നിപ്പോൾ ഈ മരവിപ്പിച്ചിരിക്കുന്ന ട്വീറ്റുകളിൽ പലതും ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരാണ്. അതായത് വലിയ രീതിയിൽ തന്നെ ആ ട്വീറ്റുകൾ ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ട്. ട്വിറ്ററിൽ തന്നെ ആയിരക്കണക്കിന് റീട്വീറ്റുകളൊക്കെ തന്നെയാണ് ഈ ട്വീറ്റുകൾക്ക് ലഭിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗിന് പാകിസ്ഥാൻ ബന്ധമുണ്ട്, അവരുടെ പതാക പച്ച പതാകയാണ്, രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ പോയതിന്റെ കാരണം തന്നെ അതാണ്, അവിടെ ന്യൂനപക്ഷ മണ്ഡലമാണ് തുടങ്ങിയ കൃത്യമായി വർഗീയ ചായ്വോട് കൂടിയുള്ള ആരോപണങ്ങളാണ് ആ ട്വീറ്റുകളിലൊക്കെ തന്നെ ഉയർന്നിരുന്നത്. പല സെലിബ്രിറ്റികളും BJPയെ പിന്തുണയ്ക്കുന്ന നിലപാടുള്ള ാണ് ഇത്തരത്തിലുള്ള ട്വീറ്റുകൾ പങ്കുവച്ചിരുന്നത്. അതിൽ MLA മാർ അടക്കമുള്ളവരുണ്ട്. യുവമോർച്ചയുടെ നേതാവുണ്ട്. ഡൽഹിയിലെ ശിരോമണി അകാലിദളിന്റെ MLA MS സിർസിയാണ് ഒരു ട്വീറ്റ് ഈ രീതിയിൽ പങ്കുവച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ട്വീറ്റുകളൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രചരിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി വൈകി എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് തുടക്കത്തിൽ ഈ ട്വീറ്റുകൾ പ്രചരിപ്പിക്കുന്നതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് മുസ്ലിം ലീഗ് തന്നെ കമ്മീഷനെ സമീപിച്ചുകൊണ്ട് അടിയന്തര നടപടി ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPM മജീദ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ KPM മജീദ്, യോഗി ആദിത്യനാഥിന്റെ ട്വീറ്റുകൾ മരവിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള പരാമർശങ്ങളുടെ പേരിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ സമൂഹ മാധ്യമത്തിലും നടപടി ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ കാര്യത്തെ സംബന്ധിച്ച് പാർട്ടി വളരെ ഗൗരവത്തോടു കൂടി ആലോചിച്ചതാണ്. കാരണം ഈ സാധാരണ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ യോഗിയുടെ അടവ് നയം എന്ന് പറയുന്നത് വർഗീയത പ്രചരിപ്പിക്കലാണ്, പച്ചയായ വർഗീയത പ്രചരിപ്പിക്കലാണ്, മതവികാര വർഗീയതയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗ് വൈറസ് ആണ് എന്ന് പറയുന്നത്
പാകിസ്ഥാന്റെ കൂടിയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ നടപടി ഉണ്ടാവണമെന്ന് ലീഗിന് താല്പര്യമുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ തെറ്റിദ്ധാരണ ജനകമായ ഒരു കാര്യം ഇലക്ഷൻ കാലത്ത് പ്രത്യേകിച്ച് പറയാൻ പാടില്ല. അത് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റത്തിനെതിരാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചത്. ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ അദ്ദേഹത്തിന് നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുള്ളത്. അത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. ലീഗിന്റെ പരാതിയിൽ തന്നെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. എങ്കിൽ പോലും നടപടി വൈകിപ്പോയി എന്ന തോന്നൽ ഉണ്ടോ? ഇലക്ഷൻ കമ്മീഷന്റെ ഈ സമീപകാലത്തെ നടപടികളിൽ എല്ലാവരും പ്രതിപക്ഷ പാർട്ടികളൊക്കെ സംശയം ഉണ്ടായിരുന്നു. കോടതി തന്നെ പറഞ്ഞല്ലോ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ഉത്തരവാദിത്തം പറ്റി ബോധ്യമായി. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ നടപടി എടുക്കാതിരുന്നാൽ ഈ ഇലക്ഷന്റെ പെരുമാറ്റത്തെ ആരും അംഗീകരിക്കാത്ത രീതിയിൽ വരുമെന്നുള്ളൊരു കാര്യം ഉണ്ടായത് കൊണ്ടാണ് അവർ ആക്ഷൻ മുന്നോട്ട് പോകുന്നത്. വൈകിയാണെങ്കിലും നല്ലൊരു തീരുമാനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇതിൽ ഇപ്പോഴെടുത്തിരിക്കുന്ന നടപടികൾ മതിയായതാണ് എന്ന തോന്നലാണോ ലീഗിനുള്ളത്? അല്ലെ, ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്ന തീരുമാനമാണല്ലോ അന്ത്യമായുള്ളത്. നമുക്കൊരു പെരുമാറ്റ ചട്ടം വരുമ്പോൾ തെരഞ്ഞെടുപ്പിൽ എടുക്കാവുന്ന ഒരു മോശമല്ലാത്ത നടപടി തന്നെയാണ് ഇപ്പോൾ അവരെടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഇന്നലെ വേറൊരു പരാതി കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ വയനാട് പോയ പാകിസ്ഥാനാണ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള അമിത്ഷായുടെ പരാതിയെ സംബന്ധിച്ച് ഇന്നലെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അത് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരും ഈ രീതിയിൽ ഉള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിലേക്ക് കൂടുതൽ ജാഗ്രതയോടുകൂടി കൊണ്ടുവരികയും നടപടികളിലേക്ക് നയിക്കാനുമുള്ള ഇടപെടൽ ഉണ്ടാകുമോ? ഞങ്ങൾ മുസ്ലിം ലീഗ് പാർട്ടിയെ പറ്റി പറഞ്ഞ കാര്യങ്ങളിലാണ് ഞങ്ങൾ ഇപ്പൊ പോയിട്ടുള്ളത്. ഇത് നോർത്ത് ഇന്ത്യയിൽ സാധാരണഗതിയിൽ ഇലക്ഷൻ കാലത്ത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളുടെ ഒരു ഭാഗമാണ്. നമുക്ക് കേരളീയർക്ക് അത് അത്രമാത്രം അറിയില്ല എന്നുള്ള വരച്ച കാര്യമുള്ളൂ. ഏതായാലും ഈ ഇലക്ഷന്റെ സമയത്ത് പെരുമാറ്റച്ചട്ടം പാലിക്കുക എന്നുള്ളത് വളരെ ആവശ്യമായ കാര്യമാണ്. രാഷ്ട്രീയവും ആശയങ്ങളും ആദർശങ്ങളും പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. മറ്റു രീതിയിൽ പോകുന്നതിനോട് നിങ്ങൾക്ക് യോജിപ്പില്ല. ശരി, വളരെ നന്ദി ശ്രീ കെ പി മജീദ് ഞങ്ങളോട് സഹകരിച്ചതിന്. മുസ്ലിം ലീഗിനെ ആക്ഷേപം ഉന്നയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലാണ് നടപടികളുമായി ലീഗ് മുന്നോട്ട് പോകുന്നത്. അമിത്ഷായുടെ പരാമർശങ്ങൾ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തും എന്നാണ് കെ പി മജീദ് പറയുന്നത്. എം ഉണ്ണികൃഷ്ണൻ തുടരുന്നുണ്ട്. ഉണ്ണി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നടപടികൾ ഈ പ്രചാരണ രംഗത്ത് കൂടുതൽ ശ്രദ്ധയോടുകൂടി ഇടപെടാൻ നേതാക്കളെ പ്രേരിപ്പിക്കുന്നതാണോ? ആ രീതിയിലൊരു സന്ദേശം നൽകാൻ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള മേനകാ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്കെതിരെ എടുത്ത നടപടികൾ പര്യാപ്തമാകും എന്നാണോ കണക്കാക്കുന്നത്? തീർച്ചയായും രേണുക, അതുതന്നെയാണ് ഈ നടപടികളുടെ പ്രാധാന്യം. തുടക്കത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ ആരോപണം ഉയർന്നിരുന്നു. കമ്മീഷൻ കൃത്യമായി ഇടപെടൽ നടത്തുന്നില്ല, നേതാക്കൾ ചട്ടലംഘനം നടത്തിയിട്ടും കമ്മീഷന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് ഭരണപക്ഷത്തുള്ള ആൾക്കാർ ചട്ടലംഘനം നടത്തുമ്പോൾ അതിൽ കമ്മീഷൻ മൗനം പാലിക്കുകയാണെന്നാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്ന ആരോപണം. BJP അധ്യക്ഷൻ അമിത്ഷായും പ്രധാനമന്ത്രിയും ഒക്കെ സൈന്യത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ചതും വർഗീയ ചായ്വോട് കൂടിയുള്ള പരാമർശങ്ങളും ഒക്കെ പ്രതിപക്ഷം ഇതിന് അടിസ്ഥാനമായി ചൂണ്ടിക്കാട്ടുന്നു. പിന്നീട് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയം പരിഗണനയ്ക്ക് എത്തിയപ്പോഴാണ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി ഉണ്ടായത്. സുപ്രീം കോടതി ഹർജി പരിഗണിക്കുകയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. കമ്മീഷന് സ്വന്തം അധികാരങ്ങൾ അറിയില്ല എന്നായിരുന്നു കോടതി ചോദിച്ചത്. അന്ന് വൈകിട്ടാണ് യോഗി ആദിത്യനാഥിനെയും അസം ഖാനെയും മേനകാ ഗാന്ധിയെയും മായാവതിയും ഒക്കെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും വിലക്കിക്കൊണ്ടുള്ള കമ്മീഷന്റെ ഉത്തരവ് വരുന്നത്. അതേ ദിവസം തന്നെയാണ് ട്വിറ്ററിന് നിർദ്ദേശം നൽകുന്നതും സമൂഹ മാധ്യമങ്ങളിലെ ഇത്തരം പ്രചാരണങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ. അതായത് കമ്മീഷൻ ഇത്തരം നടപടികളിലൂടെ നൽകുന്ന സന്ദേശം, നേതാക്കളുടെ പരാമർശങ്ങൾ അത് രാഷ്ട്രീയ പ്രചാരണ വേദികളിലായാലും സമൂഹ മാധ്യമങ്ങളിലായാലും ഒക്കെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് കർശന നടപടി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, കമ്മീഷൻ ഇന്നലെ ഈ നടപടികൾ സുപ്രീം കോടതിയെ അറിയിച്ചപ്പോൾ സുപ്രീം കോടതി തന്നെ അതിന് പിന്തുണ നൽകുകയും തൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു. കോടതിയുടെ കൂടി പിൻബലമുള്ളത് കൊണ്ട് കൂടുതൽ കർശനമായ നടപടികളിലേക്ക് കമ്മീഷന് ഇനി നേതാക്കളുടെ ഭാഗത്തു നിന്നും ചട്ടലംഘനം ഉണ്ടായാൽ കടക്കാൻ കഴിയും. അത്തരത്തിലുള്ള നടപടികളിലേക്ക് കമ്മീഷൻ കടക്കുമോ എന്ന് തന്നെയാണ് അറിയേണ്ടത്. എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ. സോഷ്യൽ മീഡിയ മൊബൈൽ ആപ്പ് ആയ ടിക്ടോക്കിന് ഇന്ത്യയിൽ പൂർണ്ണ നിരോധനം. ടിക്ടോക്കിന്റെ പ്രവർത്തനം നേരത്തെ മദ്രാസ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഇതിനെതിരായ അപ്പീലും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തള്ളി. ഇതിനെ തുടർന്ന് രാജ്യമാകെ ടിക്ടോക്ക് തടയാൻ ഗൂഗിളിനോട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് ഇന്ത്യയിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ടിക്ടോക്ക് നീക്കിയത്. ചൈനയിലെ ബൈറ്റൻഡൻസ് ടെക്നോളജി കമ്പനിയുടെ വീഡിയോ ഷെയറിംഗ് ആപ്പാണ് ടിക്ടോക്ക്. നിരവധി അപകടങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും ആപ്പ് കാരണമാകുന്നതായി പരാതി ഉയർന്നിരുന്നു. സൈബർ ഇടത്തിൽ എങ്ങനെ ആക്രമിച്ചാലും പറയാനുള്ളത് പറയുമെന്ന് നടി പാർവതി. ചർച്ചയ്ക്കുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുകയാണ്. WCCക്ക് ഒപ്പമുണ്ടെന്ന് തോന്നിപ്പിച്ച ശേഷം ചിലർ പിന്മാറിയതിൽ വേദനയുണ്ട്. അങ്ങനെ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് ചോദിക്കുമെന്നും പാർവതി ലല്ലു സ്പീക്കിൽ പറഞ്ഞു.
സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് കുറേ നേരം ഒച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ ദാറ്റ് ഇസ് റോങ്. സാഡ്ലി ഫോർ യു ഇറ്റ് ഇസ് റോങ്. പക്ഷേ അതേസമയം എന്നോട് ഇരുന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ നമുക്ക് നല്ല സ്നേഹത്തോടെ പറയാം, ചേട്ടാ ഇതാണ് എനിക്ക് സംഭവിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, അപ്പോൾ നിങ്ങളെന്താ ഇങ്ങനെ പറഞ്ഞത്. ഈ ഒരു സംഭവം നടക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഈ എന്താ വെച്ചാൽ ഇപ്പോൾ ഉള്ള മാനിപ്പുലേറ്റീവ് ഫോഴ്സസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺവെർസേഷനുള്ള പ്ലാറ്റ്ഫോം എടുത്ത് മാറ്റുക. ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഫൈൻ ദോ ബിക്കോസ് വി ആർ നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ്. നമ്മൾ എന്തായാലും നിർത്താൻ പോകുന്നില്ല, നമ്മൾ സംസാരിക്കാൻ തയ്യാറാണ്. ഒരു പ്ലാറ്റ്ഫോം കളക്റ്റീവ് എന്ന നിലയിലും ഒരു വ്യക്തിപരമായിട്ടും ഞാനൊരു പ്ലാറ്റ്ഫോം ഒരു സ്റ്റേജ് ഇപ്പം ഉണ്ട്. ആർക്കാണ് സംസാരിക്കാൻ വരുന്നത്, വി വിൽ ടോക്ക്. അതിനുള്ള റെസ്പെക്റ്റ് ഞാൻ അവർക്ക് കൊടുക്കും. അതിന് തയ്യാറാവുന്ന ആണായാലും പെണ്ണായാലും ആരായാലും അവർക്ക് എൻ്റെ സല്യൂട്ട് ഉണ്ടാവും. ബിക്കോസ് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് കറേജ് ടു ഡു ദാറ്റ്. സ്വയം നന്നാവാൻ തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു കറേജുള്ള കാര്യം. പാർവതിയുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ശനിയാഴ്ച രാത്രി 9:30 ലല്ലു സ്പീക്കിൽ കാണാം. വാർത്തകൾ തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പോളിംഗ് നാളെ. 11 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലുമായി 95 മണ്ഡലങ്ങൾ നാളെ വിധിയെഴുതും. നാളെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തമിഴ്നാട്ടിൽ ആദായ നികുതി വകുപ്പ് വ്യാപക റെയ്ഡ് തുടരുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടിയാണ് റെയ്ഡുകൾക്ക് പിന്നിലെന്ന് DMK ആരോപിച്ചു. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? രേണുക, 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടമാണ് നാളെ നടക്കാൻ പോകുന്നത്. നേരത്തെ 13 സംസ്ഥാനങ്ങളിലെ 97 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. എന്നാൽ തമിഴ്നാട്ടിൽ തുടരുന്ന വ്യാപകമായ റെയ്ഡിൽ നിരവധിയായ സ്വത്തുക്കൾ, പണം, അനധികൃത പണം, മദ്യം ഉൾപ്പെടെയുള്ളവ പിടികൂടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വെല്ലൂരിലെ DMK സ്ഥാനാർത്ഥിയുടെ വസതിയിൽ നിന്ന് തന്നെ കണക്കിൽപ്പെടാത്ത കോടിക്കണക്കിന് രൂപ പിടിച്ചെടുത്ത പശ്ചാത്തലത്തിൽ വെല്ലൂരിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിട്ടുണ്ട്. ക്രമസമാധാന പ്രശ്നങ്ങളെ തുടർന്ന് ത്രിപുര ഈസ്റ്റിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെ വിലയിരുത്തുമ്പോൾ 11 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 95 ലോക്സഭാ സീറ്റുകളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ കുറിച്ച് വ്യാപകമായ പരാതികൾ ഉയർന്നു വന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ പരിശോധനകൾ കൂടുതൽ കർശനമാക്കിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടരുകയാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പ് തന്നെ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ പോളിംഗ് ബൂത്തുകൾ പൂർണ്ണമായും സജ്ജമാക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. രണ്ടാം ഘട്ടത്തിൽ നിരവധിയായ പ്രശ്നബാധിത മണ്ഡലങ്ങളും ബൂത്തുകളുമുണ്ട്. ഈ ബൂത്തുകളിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം എന്നത് തമിഴ്നാട് തന്നെയാണ്. 39 ലോക്സഭാ മണ്ഡലങ്ങളിൽ വെല്ലൂർ മാറ്റി നിർത്തിയാൽ 38 ലോക്സഭാ സീറ്റുകളിലേക്കും നാളെ ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. അതോടൊപ്പം എടുത്തു പറയേണ്ടത് തമിഴ്നാട് നിയമസഭയിൽ നിലവിലുള്ള 21 ഒഴിവുകളിൽ 18 സീറ്റുകളിലേക്കുള്ള നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നാളെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. കർണാടകത്തിൽ 14 സീറ്റുകളിലേക്കും മഹാരാഷ്ട്രയിൽ 10 സീറ്റുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഉത്തർപ്രദേശിൽ ആദ്യഘട്ടത്തിലേതിന് സമാനമായ രീതിയിൽ 8 ലോക്സഭാ സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നു. ഇതിൽ 4 ലോക്സഭാ സീറ്റുകളും സംവരണ മണ്ഡലമാണ് എന്ന പ്രത്യേകതയുണ്ട്. ബുലൻഷഹർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലും നാളെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. രേണുക, KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. പരിക്കേറ്റ ശശി തരൂരിനെ കാണാൻ പോയത് പാർട്ടിയോട് ആലോചിച്ചല്ലെന്ന് പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ. തരൂരിന് പരിക്കേറ്റത് അറിഞ്ഞപ്പോൾ തന്നെ പോകാൻ തീരുമാനിച്ചു. ആരുമായും ആലോചിച്ചല്ല സന്ദർശനം നടത്തിയത്. വിമാനത്താവളത്തിലേക്ക് മടങ്ങും വഴി തരൂരിനെ കാണാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. I hadn't informed anybody, not even in my party circles. On my way back to the airport, I just thought I should go to the hospital and that was it. LDF കൺവീനർ A. വിജയരാഘവനെതിരായ പരാതിയിൽ പോലീസ് കേസെടുക്കാത്തതിനെതിരെ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആലത്തൂർ കോടതിയിൽ ഹർജി നൽകി. ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. അപകീർത്തികരമായ പരാമർശം നടത്തിയതിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും നീതി നിഷേധമുണ്ടായെന്ന് രമ്യ പറഞ്ഞു. ഒരു അപ്ഡേഷനും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ കോടതിയിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പം നിലവിൽ അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളടുത്ത് തുടർ നടപടി ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഒരു സാധാരണ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നമ്മളെ പരിഗണിച്ച് നോക്കിയാൽ അവർക്ക് നമ്മൾ ആ രീതിയിൽ പരിഗണിക്കാമായിരുന്നു. മറ്റ് ഏതൊരു വിഷയത്തിലേക്കാൾ കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കേണ്ടതായിരുന്നു. അത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ്. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി ചേരുന്നു. പ്രസാദ്, നീതി നിഷേധമുണ്ടായി എന്നതാണ് രമ്യ ഹരിദാസിന്റെ വാദം.
പ്രസാദിലേക്ക് വരാം. ഇപ്പോൾ വയനാട്ടിൽ ബത്തേരിയിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാനായി രാഹുൽ ഗാന്ധി എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. തിരുനെല്ലി ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട്ടിൽ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കാനിരിക്കുന്നത്. ബത്തേരിയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ പരിപാടി. ഇപ്പോൾ ഹെലികോപ്റ്ററിൽ അദ്ദേഹം പ്രചാരണ പരിപാടി നടക്കുന്ന ഗ്രൗണ്ടിന് സമീപമായി ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് ഗ്രൗണ്ടിലാണ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പ്രചാരണ പരിപാടി നടക്കുക. ഗ്രൗണ്ടിന് പിറകുവശത്തുള്ള ഹെലിപാഡിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും. തുടർന്ന് സെന്റ് മേരീസ് ഗ്രൗണ്ടിൽ വേദിയിലേക്ക് അദ്ദേഹം എത്തും. രാഹുലിന്റെ വരവും കാത്ത് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ പ്രവർത്തകർ അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ രാവിലെ 9 മണി മുതൽ തന്നെ കാത്തിരിപ്പിലാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം മുൻപ് നിശ്ചയിച്ചതിലും അല്പം വൈകിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. രാഹുലിനെ സംബന്ധിച്ച് നാമനിർദ്ദേശ പത്രിക കൊടുത്തതിന് ശേഷം വയനാട്ടിൽ നടക്കുന്ന ആദ്യ പ്രചാരണ പരിപാടിയാണ് ബത്തേരിയിലേത്. നേരത്തെ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി, അച്ഛൻ രാജീവ് ഗാന്ധി, അമ്മ സോണിയാഗാന്ധി തുടങ്ങിയവർ വയനാട്ടിൽ ഇതേ വേദിയിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. മറ്റ് സ്ഥാനാർത്ഥികൾക്കായി വോട്ട് അഭ്യർത്ഥിക്കാൻ അവർ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ രാഹുൽ വയനാട്ടിലെത്തുമ്പോൾ അത് തനിക്ക് വേണ്ടി തന്നെ വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി എത്തുന്നത്. ഇപ്പോൾ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ രാഹുൽ ഗാന്ധി നടന്ന് വേദിക്കരികിലേക്ക് നീങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകർ മണിക്കൂറുകളായി രാഹുലിനെ കാത്തിരിക്കുകയാണ്. മനു ഭരത് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. മനു, കാത്തിരിപ്പിനൊടുവിൽ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുകയാണ്. വയനാട് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്നത്? മനു, കേൾക്കാമോ? മനു ഭരത്താണ് ബത്തേരി ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടി നടക്കുന്ന സ്ഥലത്തുള്ളത്. അല്പസമയത്തിനകം തന്നെ വിവരങ്ങളുമായി മനു ഭരത് ചേരും. മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ രാഹുലിനായി കാത്തിരിപ്പ് തുടങ്ങിയതാണ്. കടുത്ത ചൂടാണുള്ളത്. ആ ചൂടിനെ വകവയ്ക്കാതെയാണ് UDF പ്രവർത്തകർ അവിടെ തമ്പടിച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ ആദ്യ പ്രചാരണ പരിപാടിയാണ്. വോട്ട് അഭ്യർത്ഥിക്കാൻ രാഹുൽ ഗാന്ധി എത്തുന്നു. വലിയ ആവേശത്തിലാണ് UDF പ്രവർത്തകർ. രാഹുൽ എത്തുന്നത് അറിഞ്ഞ് മണിക്കൂറുകൾക്ക് മുൻപേ എത്തി കാത്തിരിക്കുകയായിരുന്നു അവർ. വലിയ രാഹുൽ ഗാന്ധി മലബാറിനെ ആകെ രാഹുലിന്റെ വരവ് ആവേശത്തിലാക്കിയിട്ടുണ്ട് എന്നതായിരുന്നു നേരത്തെ മനു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ആദ്യ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് ഗ്രൗണ്ടിലേക്ക് നടന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പഴയ സ്റ്റേജ്, അവിടെ ഉണ്ടായിരുന്ന പഴയ സ്റ്റേജ് സുരക്ഷാ പ്രശ്നങ്ങൾ മൂലം ഒഴിവാക്കി രാഹുലിനായി പ്രത്യേകം ക്രമീകരിച്ച സ്റ്റേജിലാണ് ഇപ്പോൾ പരിപാടി നടക്കുന്നത്. മനു ഭരത് അവിടെ നിന്നും ചേരുന്നു. മനു, കാത്തിരിപ്പിനൊടുവിൽ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു. എത്രമാത്രം ആവേശത്തിലാണ് അവിടെ UDF പ്രവർത്തകർ? തികഞ്ഞ ആവേശത്തിലാണ് ഈ നാട്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ബത്തേരിയിലുള്ള സെന്റ് മേരീസ് കോളേജിന്റെ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ അദ്ദേഹത്തിന്റെ എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം ഈ പൊതുയോഗത്തിൽ നടക്കുന്ന വേദിയിലേക്ക് എത്തും. ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ ആണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹെലികോപ്റ്ററിൽ നിന്ന് രാഹുൽ ഗാന്ധി ഇപ്പോൾ വേദിക്ക് അരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം വേദിയിലേക്ക് എത്തും. വലിയ ആവേശത്തിലാണോ പ്രവർത്തകർ അവിടെ? വലിയ തിരക്കുണ്ട്. മാധ്യമ പ്രവർത്തകർക്ക് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ. മനുവിലേക്ക് തിരിച്ചു വരാം. എന്തായാലും പ്രവർത്തകർ മണിക്കൂറുകളായി കാത്തിരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിക്ക് വേണ്ടി. രാഹുൽ ഗാന്ധി അവിടെ എത്തിയിരിക്കുന്നു. സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് ഗ്രൗണ്ടിൽ രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ പ്രവർത്തകരെ
അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഹുൽ ഗാന്ധി മിനിഞ്ഞാന്നാണ് കേരളത്തിലെത്തിയത്. ഇന്നലെ അദ്ദേഹത്തിന് ഒരു ദിവസം നീണ്ടുനിന്ന പ്രചാരണ പരിപാടികൾ ഉണ്ടായിരുന്നു. പലയിടങ്ങളിലും UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. എല്ലായിടത്തും അദ്ദേഹം RSSനും BJPക്കുമെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. ഒപ്പം അദ്ദേഹം വയനാട്ടിൽ കഴിഞ്ഞ തവണ നാമനിർദ്ദേശ പത്രിക നൽകാൻ എത്തിയപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ടാണ് എല്ലായിടങ്ങളിലും അദ്ദേഹം സംസാരിച്ചത്. CPMനെതിരെ യാതൊരു വിമർശനവും അദ്ദേഹം ഉന്നയിച്ചില്ല എന്നത് ശ്രദ്ധേയമായിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഇടതുപക്ഷത്തെ CPMനെയും സംസാരിക്കുന്നതിനും സമയം കണ്ടെത്തിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ഇന്ന് വയനാട്ടിൽ തനിക്ക് വേണ്ടി വോട്ട് തേടിയെത്തുമ്പോൾ രാഹുൽ ഗാന്ധി എന്ത് പ്രവർത്തകരോട് പറയുന്നു എന്നതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. വയനാട്ടിൽ കർഷകരുടെ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 6 കർഷകരാണ് ആത്മഹത്യ ചെയ്തത്. അതിനെല്ലാം കാരണം 2ാം UPA സർക്കാരിന്റെ നടപടികൾ ആണ് എന്നതാണ് ഇടതുപക്ഷം പ്രചാരണ രംഗത്ത് ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. ആ ആരോപണങ്ങൾ ഉൾപ്പെടെ നിൽക്കുമ്പോൾ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രവർത്തകരോട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ എന്തു പറയുന്നു എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. എങ്ങനെ കർഷക മരണത്തിലുള്ള തനിക്കെതിരെ നീളുന്ന UPA സർക്കാരിനെതിരെ നീളുന്ന ആരോപണങ്ങളെ രാഹുൽ പ്രതിരോധിക്കുന്നു എന്നത് ഏറ്റവും ആകാംക്ഷയോടുകൂടിയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്ത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ സംസാരിക്കുന്നു എന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ വലിയ വിമർശനങ്ങൾക്കിടയാക്കിയ സാഹചര്യമുണ്ട്. ഇടതുപക്ഷം പോലും അതിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ രാഹുൽ ഗാന്ധി ആ മണ്ണിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്ത് പറയുന്നു എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം സംസാരിക്കും. ഇപ്പോൾ അദ്ദേഹം സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് ഗ്രൗണ്ടിൽ ഒരുക്കിയിരിക്കുന്ന വേദിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നു. അദ്ദേഹം പ്രവർത്തകരെ കൈവീശി കാണിച്ച് അഭിവാദ്യം ചെയ്യുകയാണ്. വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ. പ്രചാരണ പരിപാടികൾ പ്രചാരണ യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ശബ്ദം ശ്രവിക്കുന്നതിന് ഇവിടെ എത്തിയ സ്നേഹ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം ആശംസിക്കുന്നു. For the last 5 years, we are fighting the ideology of Mr. Narendra Modi and the RSS. RSSന്റെയും നരേന്ദ്രമോദിയുടെയും വ്യത്യസ്തമായ ആശയധാരകളോട് പോരാടുകയാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ. And the thinking behind the ideology is that only one perspective, one idea, one person should rule this country. ഒരാശയം, ഒരൊറ്റ ചിന്ത, ഒരു സങ്കല്പം, ഒരു വ്യക്തി ആശയം കൊണ്ട് രാജ്യത്തെ കീഴടക്കുക എന്ന സങ്കല്പത്തെയാണ് അദ്ദേഹം നടപ്പിലാക്കുന്നത്. And over the last 5 years, I have traveled across the country, been to South India, Kerala, Karnataka, Andhra, Northeast, West, North, and I've got a feeling that there is a sentiment in the country that there are multiple voices, multiple ideas, multiple languages. കഴിഞ്ഞ കുറെ നാളുകളായി ഇന്ത്യയുടെ അഷ്ടദിക്കുകളിൽ ഞാൻ യാത്ര ചെയ്തു. തെക്കും വടക്കും വിശദമായി രാജ്യത്തിന്റെ മുഴുവൻ ജനങ്ങളോട് ഞാൻ സംവദിച്ചു. എനിക്ക് അനുഭവപ്പെട്ട ഒരു യാഥാർത്ഥ്യം ഇവിടെ വൈവിധ്യമാണ്. വ്യത്യസ്തമായ ധാരയും കാഴ്ചപ്പാടുകളും ആശയ സങ്കല്പങ്ങളും ഈ നാട്ടിലുണ്ട് എന്നെനിക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിച്ച യാഥാർത്ഥ്യമാണ്. I come to Kerala, I go to Tamil Nadu, and I get the feeling, people tell me that why is the RSS trying to impose their view on us? ഞാൻ തമിഴ്നാട്ടിലും കേരളത്തിലും അടക്കം യാത്ര ചെയ്തപ്പോ എനിക്ക് അനുഭവപ്പെട്ട ഒരു പൊതുവായ ചിന്ത, എന്തിനാണ് RSSും BJPയും നരേന്ദ്രമോദിയും ഒരാശയത്തെ ഇന്ത്യയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്? Is Malayali or Tamil any less important than other languages in the country? എന്ത് പ്രത്യേകതയാണ് മലയാളിയെയും തമിഴിനെയും മാത്രം അങ്ങനെ ഒരു പ്രത്യേക ഭാഷ എന്ന രീതിയിൽ അങ്ങനെ മാറ്റിക്കാണുവാൻ എന്ത് വ്യത്യസ്തതയാണുള്ളത്? Is our history not as important as the history propagated by Mr. Narendra Modi? നമ്മുടെ ചരിത്രമാണ് പ്രധാനം, അല്ലാതെ നരേന്ദ്രമോദി പ്രചരിപ്പിക്കുന്ന ചരിത്രമല്ല.
So, I thought that it's important for me to not only represent Amethi but also to represent the voice of South India. ഈ രാജ്യത്തിൽ ഏതെങ്കിലും ഒരു നോർത്തിന്റെ അല്ലെങ്കിൽ ഉത്തരേന്ത്യയുടെ ചിന്തകൾ മാത്രമല്ല, ഈ സൗത്ത് ഇന്ത്യയുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും അതിനെ പ്രതിനിധീകരിക്കുക, പ്രതീകവൽക്കരിക്കുക എന്നതൊരു ധർമ്മമായി ഞാൻ മനസ്സിലാക്കുന്നു. I wanted to give the southern states the feeling that you are as important as anybody else in this country. ഈ രാജ്യത്തിലെ സൗത്ത് ഇന്ത്യയിലെ ജനങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് ഈ രാജ്യത്തിലെ മറ്റു ദേശങ്ങളിലുള്ളവർക്കുള്ള അതേ പ്രാധാന്യം ഈ നാട്ടുകാർക്കുമുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Your voice is no less important than anybody else's in this. നിങ്ങളുടെ ശബ്ദങ്ങൾ, നിങ്ങളുടെ സ്വരങ്ങൾ മറ്റൊരിടത്തെക്കാളും ചെറുതല്ല, അനൽപമല്ല, പ്രാധാന്യമേറിയതാണ്. Your language is no less important than any other language. നിങ്ങളുടെ ഭാഷ മറ്റു ഭാഷകളെക്കാൾ താഴെയുള്ളതല്ല, അവമതിയുള്ളതല്ല, പ്രാധാന്യമേറിയതാണ്. And your feelings are no less important than the feelings of anybody else. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരെക്കാൾ താഴെയുള്ളതല്ല, അതും വിലയേറിയതാണ്. അഭിപ്രായ ആളുകൾ അറിയപ്പെടേണ്ടതാണ്. And once I decided to fight an election from South India, automatically I realized that Wayanad was the best place to fight from. സൗത്ത് ഇന്ത്യയിൽ നിന്ന് ജനവിധി തേടണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോ മറ്റൊരു തവണ ആലോചിക്കാതെ എനിക്ക് തീരുമാനമെടുക്കാൻ കഴിഞ്ഞു, വയനാടാണ് അതിന് അത്യുത്തമമായ പ്രദേശമെന്ന്. Because it represents many different ideas, many different cultures. വ്യത്യസ്ത സംസ്കാരങ്ങളെ, വൈവിധ്യ ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന അനുഗ്രഹീത മണ്ണാണ് ഈ വയനാട്. Almost all communities can be found in this beautiful place. വ്യത്യസ്തമായ സമുദായങ്ങളെ, സമൂഹങ്ങളെ, വിചാരങ്ങളെ ഈ നാട്ടിൽ നിങ്ങൾക്ക് കാണാമെന്നത് ഏറെ പ്രത്യേകതയുള്ളതാണ്. But what is more important is the way the communities live with each other. എങ്ങനെയാണ് ഒരു സമൂഹം ജീവിക്കുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. Kerala is an example of peaceful coexistence. സമാധാനപൂർണമായ സഹവർത്തിത്വത്തിന്റെ ഉത്തമ മാതൃക ഏതെന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടതില്ല, കേരളമാണ് അതിനുത്തമമായ മാതൃക. And I don't say this lightly. ഇത് നിസ്സാരമായൊരു വിഷയമല്ല. There is a lot that the rest of the country can learn from Kerala and Wayanad. രാജ്യത്തിന്റെ ഇതര ദിക്കുകളിലുള്ളവർക്ക് പഠിക്കാൻ, മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ ഏറെയുണ്ട് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിൽ നിന്ന്. You have your own ideas, your own way of looking at the world, but you respect the ideas of other people as much as you respect your own. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങളുണ്ട്, നിങ്ങളുടെ ചിന്തകളുണ്ട്, നിങ്ങളുടെ മതവിശ്വാസങ്ങളുണ്ട്, നിങ്ങളുടെ വികാരങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാം മറ്റുള്ളവരെ എങ്ങനെ ആദരിക്കണം, ബഹുമാനിക്കണം, പരിഗണിക്കണം എന്ന സംസ്കാരവും നിങ്ങൾക്കുണ്ട്. You are polite and you are respectful. നിങ്ങൾ വിനയാന്വിതരാണ്, ആദരണീയ സ്വഭാവമുള്ളവരാണ്. You do not believe in violence and in crushing people who do not agree. തീവ്രത, സങ്കുചിതത്വം, സങ്കീർണത നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾക്കതിന് താല്പര്യമില്ല. So that is why it is a huge honor for me to be standing here speaking to you. നിങ്ങളുടെ മുന്നിൽ അതുകൊണ്ട് തന്നെ എഴുന്നേറ്റു നിൽക്കാൻ അനൽപമായ ആത്മാഭിമാനമുണ്ട് എനിക്കെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I have not come here as a politician. ഒരു രാഷ്ട്രീയക്കാരനായല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. I have come here as a brother, as a son, as a friend. ഒരു രാഷ്ട്രീയക്കാരന്റെ രൂപത്തിലല്ല, നിങ്ങളുടെ ഒരു മകൻ, നിങ്ങളുടെ ഒരു സഹോദരൻ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന രൂപത്തിലാണ് പ്രിയരെ നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നു നിൽക്കുന്നത്. And I have not come here to explain to you what I understand. ഞാൻ മനസ്സിലാക്കിയ വിശേഷങ്ങളും വിചാരങ്ങളും നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഈ വരവിന്റെ ലക്ഷ്യം. I have come to understand what is in your heart. എന്റേത് പറയുക എന്നതിനേക്കാൾ നിങ്ങളുടേത് അറിയുക എന്നതാണ് എനിക്ക് പ്രധാനമെന്ന് ഞാൻ പറയുകയാണ്. And not just what is in the heart of one person, but what is in the heart of every single person in this country. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ചിന്തയുടെ, അവരുടെ ഹൃദയാന്തരങ്ങളിലെ ചിന്തകളെ അന്വേഷിക്കലല്ല, ഈ നാട്ടിലെ ശതകോടി വരുന്ന മനുഷ്യരുടെ വികാരങ്ങൾ അറിയലാണ് എന്റെ ലക്ഷ്യം. ഞാനത് സ്നേഹപൂർവ്വം പങ്കുവെക്കുകയാണ്. I want to understand deeply what your issues are. നിങ്ങളുടെ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എന്തെന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. I want to understand it not by reading books or by reading history, but by talking to you. നിങ്ങളുടെ കഥകൾ അറിയാൻ, നിങ്ങളുടെ വിഷയങ്ങൾ അറിയാൻ, സങ്കടങ്ങൾ അറിയാൻ, ആവലാതികൾ അറിയാൻ പുസ്തകങ്ങളും ചരിത്രവും വായിച്ചിരിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിലേക്ക് വരാനാണ്, നിങ്ങളെ കേൾക്കാനാണ്. I want to understand from you the difficulties that you face.
നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എനിക്ക് നിങ്ങളിൽ നിന്ന് അറിയണം, നിങ്ങളിൽ നിന്ന് കേൾക്കണം എന്നതാണ് എന്റെ ഹൃദയത്തിന്റെ താല്പര്യം. I want to understand from you what it feels like not to have medical facilities right where you live. നിങ്ങൾക്ക് ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങളുടെ വാല്യൂസ് പോലെ, ആശയധാരകൾ പോലെ, നിങ്ങളുടെ സൗകര്യങ്ങളെ കുറിച്ച്, സംവിധാനങ്ങളെ കുറിച്ച് എന്തെല്ലാം പ്രതിസന്ധികൾ എല്ലാം അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. And then I want to work with you to try and bring those medical facilities here for you. നിങ്ങൾക്ക് എവിടെയൊക്കെ കുറവുകളുണ്ടോ ആ പരിമിതികൾ പരിഹരിച്ച് നിങ്ങളെ മുഖ്യധാരയിൽ എത്തിക്കുവാൻ, നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനുള്ള വൈകാരിക താല്പര്യമാണ് എന്റെ ഉള്ളിലുള്ളത്. And I understand that there are complex problems here. ഇവിടെ ഏതെങ്കിലും ഒരു സങ്കീർണമായ പ്രയാസ നിബന്ധിതമായ പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയേണ്ടതുണ്ട്. There is the problem of man-animal conflict. ഇവിടെ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷമായ സാഹചര്യങ്ങളുണ്ട് എന്നെനിക്കറിയാം. There is the contest between development and environment. യഥാർത്ഥത്തിൽ പ്രകൃതിയും പുരോഗതിയും തമ്മിലുള്ള വ്യത്യസ്തമായ സംഘട്ടനമാണത്. But I am a person who believes in finding solutions. പക്ഷേ അതങ്ങനെ പറഞ്ഞ് ഒഴിവാക്കാൻ കഴിയില്ല. ഞാനൊരു നേതാവെന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ അതൊരു പ്രശ്നമായി കാണുന്നതിന് പകരം അതിന് പരിഹാരം കണ്ടെത്തലാണ് എനിക്ക് ഏറ്റവും പ്രധാനമായുള്ളത്. And I don't believe in imposing solutions from on top. നിങ്ങളുടെ മുകളിൽ എന്തെങ്കിലും അടിച്ചേൽപ്പിച്ച് ഇത് സ്വീകരിച്ചോളണം എന്ന പരിഹാരമല്ല ഞാൻ വിശ്വസിക്കുന്നത്. I believe in the wisdom and intellect of our people, and I am absolutely convinced that solutions can come from our people. ഞാൻ യഥാർത്ഥമായി വിശ്വസിക്കുന്നു പരിഹാരം ഞങ്ങളിൽ നിന്നല്ല, ബുദ്ധിജീവികളായ, ചിന്തകരായ, ആലോചനാപ്രദമായ കാഴ്ചപ്പാടുകളുള്ള നിങ്ങളിൽ നിന്ന് വരും പ്രായോഗികമായ നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. So I have come here, as I said, not as a politician who's going to tell you what to do or what I think. വ്യാജവാഗ്ദാനങ്ങൾ നൽകുന്നതിന് വേണ്ടി നിങ്ങളുടെ മുന്നിൽ ഒരു രാഷ്ട്രീയക്കാരന്റെ വേഷമണിഞ്ഞല്ല ഞാൻ എത്തിയിരിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I am not here to tell you my Mann Ki Baat. എന്റെ ഹൃദയത്തിന്റെ വികാരങ്ങൾ മൻ കി ബാത്ത് പറഞ്ഞിരിക്കാനല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. I am here to understand what is inside your heart, inside your soul. നിങ്ങളുടെ ആത്മാവിനുള്ളിൽ, നിങ്ങളുടെ ഹൃദയാന്തരങ്ങൾക്കുള്ളിൽ, നിങ്ങളുടെ വിചാര വികാരങ്ങളിൽ എന്തുണ്ടെന്ന് അറിയുക മാത്രമാണ് എന്റെ വരവിന്റെ പ്രഥമ ഗണനീയമായ ലക്ഷ്യം. And I want you to feel, as I said, that I am your brother, your son or your friend. വാക്കുകളിലല്ല, എനിക്ക് അനുഭവപ്പെടണം ഞാൻ നിങ്ങളുടെ സഹോദരനാണ്, നിങ്ങളുടെ മകനാണ്, നിങ്ങളിൽ ഒരാളാണെന്നത് എനിക്ക് അനുഭവിച്ചറിയാൻ എനിക്ക് കഴിയണം. But I also want you to realize and understand that your way of life, your culture, the way you treat each other is a very, very valuable thing for India. നിങ്ങളുടെ ജീവിത രീതി, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങൾ ഇതര മനുഷ്യരോട് ഇടപഴകുന്ന സമ്പർക്ക വ്യവഹാര സംസ്കാരങ്ങൾ എല്ലാം എനിക്ക് എങ്ങനെയെന്ന് അറിയണമെന്ന്, അടുത്തിടപഴകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. And I wanted to send a message to the rest of the country that there is a place called Wayanad where everybody lives happily together peacefully. ഞാൻ ഈ ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഈ രാജ്യത്തിലെ സകല ജനങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു ദേശമുണ്ട്, വയനാട് എന്നൊരു ദേശം. സ്നേഹപൂർവ്വം, സമാധാനപൂർവ്വം, കാരുണ്യപൂർവ്വം, സഹിഷ്ണുതയോടെ ജീവിക്കുന്ന ഒരു പ്രദേശമുണ്ട്. അത് വയനാടാണെന്ന് ലോകത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. There is a place called Wayanad where people work together peacefully to solve their problems. വയനാട് ഒരു ഉത്തമ പ്രദേശമാണ്. ജനങ്ങൾ സ്നേഹത്തോടെ അധിവസിക്കുന്നു, സൗഹൃദത്തോടെ ജോലി ചെയ്യുന്നു, സമാശ്വാസത്തോടെ പ്രവർത്തിക്കുന്നു, സമാധാനത്തോടെ അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ ഒരു ദേശത്തെ ഈ രാജ്യത്തിലുടനീളം എനിക്ക് പരിചയപ്പെടുത്തണം. And it is the love and affection and the spirit of Kerala and Wayanad that is going to show Mr. Narendra Modi exactly what this country is about. പ്രിയപ്പെട്ടവരെ, ഇതൊരു വികാരമാണ്, ഇതൊരു ചിന്തയാണ്, ഇതൊരു ദേശത്തിന്റെ ധർമ്മ പോരാട്ടമാണ്. നരേന്ദ്രമോദി അറിയണം ഇതാണ് രാജ്യമെന്ന്, ഇതാണ് രാജ്യത്തിൽ ഉണ്ടാവേണ്ടതെന്ന്. ഈ വികാരമാണ് ലോകം അറിയേണ്ടതെന്ന്. I'm also aware that you have a travel ban over here at night. നിങ്ങൾക്ക് യാത്രാ നിരോധനമുണ്ട് എന്നതിനെ കുറിച്ചും എനിക്ക് ധാരണയുണ്ട്. And I understand the difficulty it causes people. നിങ്ങൾ അത് കാരണം അനുഭവിക്കുന്ന പലവിധ പ്രതിസന്ധികളെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. And I commit to working with you
to resolving this problem as soon as possible. ഇതിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങളുടെ കൂടെ നിന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് നിങ്ങളോടൊപ്പം വാക്ക് നൽകുകയാണ്. But I will be honest with you. I am not like the Prime Minister of India. ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെയല്ല ഞാനെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. I will not come here and tell you I will give you 2 crore jobs. I will give 15 lakh rupees in every bank account. I will give farmers whatever they want. I will not come here and lie to you. ഞാൻ നരേന്ദ്രമോദിയെ പോലെ വേദിയിൽ നിങ്ങളുടെ മുന്നിൽ വന്ന് ജനങ്ങളോട് നിങ്ങൾക്ക് ഞാൻ 2 കോടി തരാം, 2 കോടി ജോലി തരാം, 15 ലക്ഷം ബാങ്ക് അക്കൗണ്ടിൽ തരാം, വ്യാജവാഗ്ദാനങ്ങൾ കൊണ്ട് ആളുകളെ കാണാൻ വരുന്നൊരു വ്യക്തിയല്ല ഞാനെന്ന് പറയാൻ സ്നേഹപൂർവ്വം ആഗ്രഹിക്കുകയാണ്. Because I respect your intelligence. കാരണം ഇവിടെ ഏറ്റവും മൂല്യവത്തമായി കാര്യങ്ങളെ കാണേണ്ടതുണ്ട്. Because I respect your wisdom and your understanding. നിങ്ങളുടെ വികാരം, നിങ്ങളുടെ വിവേകം ഞാൻ ആദരിച്ചേ മതിയാകൂ. And I don't want to have a relationship of a couple of months with you. ഏതെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഏതെങ്കിലും കുറഞ്ഞ നാളുകളുടെ ബന്ധമല്ല, അങ്ങനെ പിരിയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ദീർഘനാളുകളുടെ ബന്ധം. I want to have a lifelong relationship with you. പ്രിയരെ, ഏതെങ്കിലും കുറഞ്ഞ നാളുകളിലേക്ക് ഒരു കാലത്തേക്കല്ല ഞാൻ വന്നത്, ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കാനാണ്. I want the sisters of Wayanad to say he is like my brother. പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന സഹോദരികളോട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുക, ഞാൻ നിങ്ങൾ want the mothers and fathers to say he is like my son. പ്രിയപ്പെട്ടവരെ, ഇവിടെയുള്ള സഹോദരങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ മകൻ relationship cannot be built on lies. അതുകൊണ്ട് ആ ബന്ധങ്ങൾ ഇഴപിരിച്ച് തീർത്ത് കളയാൻ കഴിയില്ല. ചുരുങ്ങിയ കാലം കൊണ്ട് മകനും സഹോദരനും ജീവിതകാലം മുഴുവൻ തുടരേണ്ടതാണ്. It has to be built on truth. അത് സത്യസന്ധമാണ്. So I'd like to conclude by saying it is an honor for me to come and represent your voice. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. പറയാതെ വയ്യ, ഇത് എനിക്ക് ആദരവാണ്. ഈ നാട്ടിൽ വരികയും നിങ്ങൾക്കിടയിൽ മത്സരിക്കുകയും ചെയ്യുന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച അംഗീകാരമായി ഞാൻ കാണുകയാണ്. You are not only the voice of Wayanad. You are not only the voice of Kerala. You are the voice of India. നിങ്ങൾ ഈ വയനാട് ദേശത്തിന്റെ ശബ്ദമല്ല, നിങ്ങൾ ഈ കേരള ദേശത്തിന്റെ ശബ്ദമല്ല, ഈ മഹാഭാരതത്തിന്റെ ശബ്ദമാണ് ഈ നാട്ടുകാർ എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. So I'd like to thank everybody, and doesn't matter which party you're from. I'd like to thank everybody for allowing me to represent your voice. നിങ്ങളുടെ ദേശം, നിങ്ങളുടെ ഭാഷ, നിങ്ങളുടെ രാഷ്ട്രീയം, നിങ്ങളുടെ പാർട്ടി അല്ല, നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ പ്രതിനിധീകരിക്കാൻ എനിക്കൊരു അവസരം തന്നത്. Thank you very much. Jai Hind. നന്ദിയുണ്ട്. ജയ് ഹിന്ദ്. വയനാട് സുൽത്താൻ ബത്തേരിയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പൂർത്തിയായി. ആവേശോജ്വലമായ പ്രവർത്തകരുടെ അഭിവാദ്യങ്ങൾക്കും നമ്മുടെ പ്രിയപ്പെട്ട മുൻ മന്ത്രി PJ ജോസഫ് സാർ മനോഹരമായ ഒരു ഗാനം ആലപിക്കുന്നതാണ്. സാധാരണ എഴുതിയതാണ്. രാഹുൽ വരുന്നുണ്ട്, രാഹുൽ ഗാന്ധി വരുന്നുണ്ട്, നമ്മുടെ സാരഥി വീരൻ നായകൻ വയനാട്ടിലെത്തിയിട്ടുണ്ട്. രാഹുൽ വരുന്നുണ്ട്, രാഹുൽ ഗാന്ധി വരുന്നുണ്ട്, നമ്മുടെ സാരഥി വീരൻ നായകൻ വയനാട്ടിലെത്തിയിട്ടുണ്ട്. കാത്തിരുന്നു കണ്ടോളൂ, ഓർത്തിരുന്നു ചെയ്തോളൂ, ആരൊക്കെ വന്നാലും എന്തൊക്കെ ചെയ്താലും രാഹുൽജി മുന്നിൽ തന്നെ, കൈപ്പത്തി മുന്നിൽ തന്നെ. രാഹുൽ വരുന്നുണ്ട്, രാഹുൽ ഗാന്ധി വരുന്നുണ്ട്, നമ്മുടെ സാരഥി വീരൻ നായകൻ വയനാട്ടിലെത്തിയിട്ടുണ്ട്. ഈ യോഗം നന്ദി പറയുന്നതിന് വേണ്ടി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനർ T. മുഹമ്മദ് സാഹിബിനെ ക്ഷണിച്ചു.